വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ പകുതിക്കുന്ന് കുറേ അവൻ്റെ അനുജൻ്റെയും അവൻ്റെയും ചങ്ങാതിമാർക്ക് കയറിയിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇതിൽ എനിക്കോ എൻ്റെ കുടുംബത്തിന് യാതൊരു പങ്കുമില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിചിത്രമായ ഒരു കല്യാണ ഘോഷയാത്ര നടക്കുകയുണ്ടായി. നാട്ടുകാരുടെ വിമർശനം കൂടെ പോലീസ് നടപടിയും. അതിലേറെ പ്രത്യേകതയായി വധുവീട്ടിലേക്ക് ഒട്ടകപ്പുറത്ത് കയറി വന്ന പുതുമണവാളനെ വധുവീട്ടുകാർ കയറാൻ സമ്മതിച്ചില്ല എന്ന നിലയിലേക്കും വരെ കാര്യങ്ങളെത്തി. സമൂഹത്തിൽ ഇപ്പോൾ ഏറെ വിമർശന വിധേയമാകുകയാണ് ഇത്തരം ഘോഷയാത്രകൾ. ആ കാഴ്ചകൾ കാണാം. കണ്ണൂർ വാരം ചതുരക്കിണറിനടുത്തുള്ള വധുഗൃഹത്തിന്റെ സമീപത്താണ് ഈ കല്യാണ ഘോഷയാത്ര നടക്കുന്നത്. സംഭവം നടക്കുന്നതാകട്ടെ എയർപോർട്ടിലേക്കുള്ള പ്രധാന വഴിയിലും. ബാൻഡ് മേളകളുടെ താളത്തിൽ ഒട്ടകപ്പുറത്ത് കയറി വന്ന വരനെ പക്ഷേ നാട്ടുകാർ കൂക്കി വിളിച്ചു. ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. എയർപോർട്ട് റോഡ് തടസ്സമുണ്ടായതോടുകൂടി എല്ലാം കൈവിട്ടുപോയി. ഒടുവിൽ പോലീസ് രംഗത്തിറങ്ങി. ബാൻഡ് മേളക്കാരുടെ കൊട്ടവസാനിപ്പിച്ച് അവരെ സൈഡിലൊതുക്കുകയും ഒട്ടകപ്പുറത്ത് കയറിയ പുതുമണവാളനോട് താഴെ ഇറങ്ങാനും പോലീസ് ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ ഒട്ടകപ്പുറത്ത് കയറി വന്ന വരനെ സ്വീകരിക്കാനും വധുഗൃഹത്തിലെ ആളുകൾ തയ്യാറായില്ല. ഇത്തരത്തിലുള്ള കോമാളി വേഷങ്ങൾ കൊണ്ട് കല്യാണമെന്ന മഹനീയ കർമ്മത്തെ കളങ്കിതരമാക്കരുത് എന്നാണ് വധുവീട്ടുകാർ ആവശ്യപ്പെട്ടത്. വരന്റെ കൂട്ടുകാരും വരന്റെ അനുജന്റെ കൂട്ടുകാരും ഒപ്പിച്ച പണിയാണെന്നാണ് ഒടുവിൽ വരന്റെ ഗൃഹത്തിലെ ആളുകൾ വിശദീകരണം നൽകിയത്. എന്തായാലും എല്ലാം കൈവിട്ടു പോയതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. രണ്ടുപേർക്കിടയിൽ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം, ആ കർമ്മം ജനങ്ങളുടെ തെറിയഭിഷേകം കൊണ്ട് കളങ്കിതമാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശം മറ്റൊന്നുമില്ല. ആരാണ് ഇത്തരം ഘോഷയാത്രകൾക്കും വിവാഹധൂർത്തുകൾക്കുമെതിരെ പ്രതികരിക്കേണ്ടത്? എവിടെ നിന്നാണ് ഇത് നിയന്ത്രിക്കേണ്ടത്? വധുവിന്റെ ബന്ധു തന്നെ കാര്യങ്ങൾ പറയട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിക്കാഹാണ് മെയിനായിട്ട് നോക്കിയത്. ആ നിക്കാഹിൽ തങ്ങന്മാരുണ്ട്, എല്ലാ പണ്ഡിതന്മാരുണ്ട്, നല്ല രീതിയിൽ നിക്കാഹ് ചെയ്തു, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പിറ്റേ ദിവസം പുതിയാപ്പിള എങ്ങനെ വരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ രാവിലെ വിളിച്ചപ്പം പറഞ്ഞതാണ്, നിങ്ങളെ ജീനി ചുറ്റുപാടുള്ള കുടുംബമാണ്, എല്ലാം പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ പകുതിക്കുന്ന് കുറേ അവൻ്റെ അനുജൻ്റെയും അവൻ്റെയും ചങ്ങാതിമാർക്ക് കയറിയിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇതിൽ എനിക്കോ എൻ്റെ കുടുംബത്തിന് യാതൊരു പങ്കുമില്ല. കാരണം ഒട്ടകത്തിൻ്റെ പുറത്ത്, വീട്ടിൻ്റെ പുറത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മെയിൻ റോഡാന്ന്, വീട്ടിലല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ക്ലിയറായിട്ട്, ഒട്ടകത്തിൻ്റെ പുറത്ത് വീട്ടിലേക്ക് കയറ്റൂല. കാരണം നിക്കാഹ് ചെയ്ത, നിങ്ങൾ നേരത്തെ ഷോക്ക് പറഞ്ഞ പോലെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിലല്ല ഒന്നാമത്. ഇത് രണ്ടാമത് ഞങ്ങൾ അറിയുന്നില്ല ഇതെങ്ങനെയാണ് ഇവർ വരുന്നത്. സാധാരണ എല്ലാവരും
പുതിയാപ്പിള വീട്ടിൽ വരുന്ന പോലെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തുനിന്നത്. പക്ഷേ അവർ റോങ്ങായിട്ട് വന്നു. ഇതിപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിനെതിരെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്, പുറത്തിൽ മഹല്ല്, യുവാരം മഹല്ല്. ഇത് പുറത്തിൽ മഹലിൻ്റെ യുവാരം മഹലിൻ്റെയും പ്രശ്നങ്ങളല്ല. ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കും ഒരു വലിയൊരു ഷോക്കായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു ഷോക്കായി മാറിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും ഞാൻ ഒരു കമ്മിറ്റിയിലേക്കും ഏത് കമ്മിറ്റിയിലേക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ സമസ്ത നല്ല രീതിയിൽ മദ്രസ കൈകാര്യം ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ നല്ലൊരു തീരുമാനം നിങ്ങൾ സമസ്തയിൽ തന്നെ കൊണ്ടുവരണം. അത് കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന രീതിയിൽ. ഇപ്പം ഞങ്ങളെ പുറത്തിൽ മഹല്ല്, വാരം മഹല്ല്, ഇപ്പം പുതിയാപ്പിള വളവട്ടൽ മഹല്ലാണ്. അങ്ങനെ എല്ലാ മഹലിലും ഒരു കത്തയക്കുക. കാരണം വാരത്തെ മഹലിൽ നിങ്ങൾ ശക്തമായി ആക്ഷൻ എടുത്തുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. എല്ലാ മഹലിലും സമസ്ത മദ്രസ കൈകാര്യം ചെയ്യുന്നത് പോലെ എല്ലാ മഹലിലെ സെക്രട്ടറിമാരും പ്രസിഡന്റും അതിൻ്റെ ആൾക്കാരും മുൻകൈ എടുത്ത് ഒരു തീരുമാനം എടുത്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. കാരണം നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? തിരിച്ചു പോകാൻ പറയാൻ പറ്റുമോ? ഇത് എൻ്റെ അവസ്ഥ നിങ്ങളുടെ വീട്ടിലാണ് വന്നതെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ട് അവരവരെ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ അനാവശ്യമായി വീഡിയോസ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാരണമാണോ എല്ലാവരും ദുഃഖിതരാണ്. ഇതിൽ യാതൊരു സന്തോഷം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ രീതിയിൽ ചിന്തിച്ച് ഇൻഷാ അല്ലാഹ് നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.